ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇത് ഫുൾ ഡേ കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. സോ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഞാനൊന്ന് ഹെയർ ബോട്ടോക്സ് ചെയ്യാനാണ് പോകുന്നത്. ഹെയർ ബോട്ടോക്സ് ആണ് ഇത് ഞാൻ തീരുമാനിച്ചേക്കുന്നത്. ഞാൻ അവിടെ ചെന്നിട്ട് കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് അവരിനി വേറെ കുറച്ചുകൂടി നല്ലതുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അത് ചെയ്യും. നിലവിൽ ഇപ്പോൾ ബോട്ടോക്സ് ചെയ്യാൻ ഓർത്ത് പോകുന്നത്. സോ അപ്പോൾ ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഞാൻ ലീവ് എടുത്തേക്കാണ്. ഇന്ന് എനിക്ക് 2 മണിയാകുമ്പോഴാണ് സലൂണിൽ അപ്പോയിൻമെൻറ്റ്. അപ്പോൾ 12 മണിയായി. എനിക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് പറയാൻ പറ്റില്ല, ബ്രഞ്ച് കഴിക്കണം. കാരണം ഞാൻ അല്ലെങ്കിൽ ഇപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം നേരിട്ട് കഴിക്കാതെ വിചാരിച്ചു. പക്ഷേ എനിക്ക് മരുന്നുള്ളത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിക്കാൻ പോവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് മുന്നേ നമുക്ക് സലൂണിൽ പോകുന്നതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിവിടെ അടുത്ത് സ്റ്റുഡിയോ ഉണ്ട്. സ്റ്റുഡിയോ വരെ ഒന്ന് പോകണം. എനിക്കൊരു സ്കിൻ കെയർ ഇടാനുള്ള ഒരു പൗച്ച് വാങ്ങണം. എൻ്റെ ഉണ്ട്, പക്ഷെ അത് ഭയങ്കര വലുതാണ്. അത് നമ്മൾ ബാഗിൽ വെക്കുമ്പോൾ തന്നെ അതിനിരിക്കാൻ തന്നെ വലിയ സ്പേസ് വേണം. അപ്പോൾ എനിക്ക് ചെറുതല്ല, ഒരു മീഡിയം സൈസുള്ളൊരു പൗച്ച് വാങ്ങണം. അതുപോലെ തന്നെ നമ്മൾ മുടി ഫ്രണ്ടിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോ പോലത്തെ സാധനം വെക്കത്തില്ല. സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്കിൻ കെയർ ബോയോ ഹെയർ ബാൻഡോ അങ്ങനെ എന്തോ പറയുന്നതിന് അത് ഒരെണ്ണം വാങ്ങണം പറ്റുവാണെങ്കിൽ. പിന്നെ ഒരു മറ്റേ ക്ലച്ച് ക്ലിപ്പില്ല, അതുണ്ടെങ്കിൽ അതും വാങ്ങണം. അപ്പോൾ നോക്കിയിട്ട് അവിടെ ചെന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വാങ്ങും, ഇല്ലെങ്കിൽ ഇല്ല. ഇതിപ്പോൾ എൻ്റെ ഇവിടുന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ സ്റ്റുഡിയോയിലോട്ട്. ഒരു 2 മിനിറ്റ് നടക്കാനുള്ളേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അത് അവിടെ പോയിട്ട് വേണം നമുക്ക് തിരിച്ച് പോകാനായിട്ട്. അപ്പോൾ വഴിയെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. സോ വെൽക്കം ബാക്ക്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രഞ്ച്. ഗ്രീൻ ടീയും റോബസ്റ്റയും. പിന്നെ 1 അവർ കഴിയുമ്പോൾ തന്നെ നമ്മൾ ലഞ്ച് കഴിക്കുമല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. ഞാൻ വേഗം കഴിച്ചിട്ട് നമുക്ക് ഈ സ്റ്റുഡിയോ പോകുന്നൊക്കെ കാണാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. നമ്മളങ്ങനെ സ്റ്റുഡിയോ എൻ്റെ ജീൻസും ഈ പൗച്ച് ഒരേപോലെ ഇരിക്കുന്നില്ലേ. ഇതാണ് നമ്മളിന്ന് വാങ്ങിച്ച സ്റ്റുഡിയോ പോയിട്ട്. ഞാൻ എന്തൊക്കെ വാങ്ങിച്ചെന്ന് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ സ്റ്റുഡിയോയിൽ പോയിട്ട് വന്നു. ഈ പ്രാവശ്യം സ്റ്റുഡിയോയിൽ എൻ്റെ അമ്മയെ എന്ത് അടിപൊളി കളക്ഷൻസ് കൊണ്ടുവന്നേക്കുന്നത്. ഞാൻ വിചാരിച്ചു ഞാൻ എന്തെങ്കിലുമൊക്കെ കുറേ വാരി കൂട്ടി എടുക്കുന്നു. അതുപോലത്തെ അടിപൊളി കളക്ഷൻസ്. ഡ്രസ്സാണെങ്കിലും ഫുഡ് വെയർ ആണെങ്കിലും കുറേ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ക്യൂട്ടായിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ ബോട്ടോക്സും കൂടെ ചെയ്യാനുള്ളതുകൊണ്ട് ഈ മാസം ഇനി അധികം നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇതൊക്കെ വാങ്ങിയിട്ടങ്ങ് ഇറങ്ങി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ഷർട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് പ്രാവശ്യം നമ്മൾ ആദ്യമൊക്കെ സ്റ്റുഡിയോനെ ഞാൻ കുറ്റം പറഞ്ഞു, കാരണം ഫുൾ സെറ്റേഴ്സാണ്. പക്ഷെ അത് അവർ കേട്ടോന്ന് എനിക്കറിയത്തില്ല, കാരണം ഇപ്പോൾ സെറ്റേഴ്സൊന്നും ഇല്ല. നല്ല അടിപൊളി കളക്ഷൻസാണ് വന്നേക്കുന്നത്. അവരുടെ ജീൻസൊക്കെ ബോട്ടം വെയർസൊക്കെ അടിപൊളിയായിട്ട് വന്നേക്കുന്നത്. അപ്പം നമുക്കിനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ലഞ്ച് കഴിക്കുമ്പോൾ കാണാം. ഗൈസ്, ഇതൊക്കെയാണ് വാങ്ങിയത് സ്റ്റുഡിയോന്ന്. ഒരു സ്നേക്ക് വൈബ്സ്. എൻ്റെ വൈറ്റ് ബ്രേക്കിംഗ് സ്റ്റോക്ക് ക്ലീൻ ചെയ്യുന്നത് അടിപൊളിയാണെന്ന് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഇതൊന്നും വാങ്ങി. ഹെയർ ബാൻഡ് ഒരെണ്ണം വാങ്ങി. നല്ല സുഖമായിട്ട് തൊടാനായിട്ട്. സെറ്റിൽ 2 വരുന്ന ഈ കളർ സ്ക്രഞ്ചീസും വാങ്ങി. ഉച്ചൂടിന് നേരായി. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു മീൻ പീരയും ഫിഷ് ഫ്രൈയും. ഞാനതൊന്ന് ചൂടാക്കി വെച്ചു. ഈ ഫിഷ് ഫ്രൈ ഇത്ര എടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചോറ് കുറച്ചാണ് കഴിക്കണേ. പിന്നെ ഈ ഫിഷ് ഭയങ്കര എണ്ണ കുറച്ച് ആണ് 2 കറിയും ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര അധികം എടുത്തിരുന്നത്. പിന്നെ ഞാൻ ചോറോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിച്ചിട്ട് കാണാം. നമ്മളങ്ങനെ ഞാൻ പോയത് ബോട്ടോക്സ് ചെയ്യാനായിട്ടാണെങ്കിലും ആഫ്റ്റർ കൺസൾട്ടേഷൻ സജസ്റ്റ് നാനോപ്ലാസ്റ്റി ചെയ്യാനായിട്ടാണ് സജസ്റ്റ് ചെയ്തവർ. അപ്പോൾ ഞാൻ ഹെയർ വാഷ് കഴിഞ്ഞു. പിന്നെ ക്രീം ഇട്ട് ഒരു സീൽ ചെയ്ത് വെച്ചതാണ്. പിന്നെ അതിന് 1 അവർ കഴിഞ്ഞപ്പോഴത്തേക്കും ഹീറ്റർ വെച്ചിട്ട് ഹെയർസ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് അവർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഓപ്പണായ ഹെയർ ഓരോന്നെടുത്തിട്ട് ഓരോ സ്ട്രാൻഡ് എടുത്തിട്ട്, ഓരോ സ്ട്രാൻഡല്ല കുറച്ചെടുത്തിട്ട് അവർ സ്ട്രെയിറ്റൻ ചെയ്യും. അങ്ങനെ സ്ട്രെയിറ്റൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഹലോ ഗൈസ്, അങ്ങനെ ഇൻട്രോ എടുത്ത് ഞാനും ഞാനും തമ്മിൽ പല വ്യത്യാസമല്ലേ. അപ്പോൾ ഞാൻ ചെയ്തത് നാനോപ്ലാസ്റ്റിയാണ്. ഈ ലുക്ക് ആയിരിക്കത്തില്ല, ഒരു വാഷ് ചെയ്യുമ്പോഴത്തേക്കും ആണ് നമുക്ക് ആ കറക്റ്റ് ലുക്ക് മനസ്സിലാവുള്ളൂ. 1-2 വാഷ് ചെയ്യുമ്പോഴത്തേനും നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നടക്കണം. നമ്മുടെ ബാങ്ക്സും വെട്ടി ചെറുതായിട്ട് കട്ടൻ ബാങ്ക്സ് പോലെ. കട്ടൻ ബാങ്ക്സ് എന്നാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ,
ഇനി അങ്ങനെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ എടുക്കാൻ പറ്റി. പക്ഷേ എനിക്ക് സലോണുള്ള അധികം എടുക്കാൻ പറ്റില്ല. പക്ഷെ അവരെൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കണം, അത്രേ ഉള്ളൂ. പറ്റുമെങ്കിൽ ഞാൻ ഡിന്നർ എന്താ കഴിക്കുന്നത് കാണിച്ചു തരാം.